നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമ്മളിന്ന് പാചകത്തിൻ്റെ ഒരു വീഡിയോ അല്ല ചെയ്യുന്നത്. ഇപ്പം വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം സാനിറ്റൈസർ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതിൻ്റെ വിവരങ്ങളും ഒക്കെയാണ് അപ്പം എല്ലായിടത്തും കാണുന്നത്. ടി വിയിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാനിറ്റൈസർ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം 1-2 കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ നമുക്ക് ഒരു സാനിറ്റൈസർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ വാങ്ങിച്ചു. കൂട്ടത്തിൽ ഹൈഡ്രജൻ പെറോക്സൈഡും ഗ്ലിസറിനും വാങ്ങിച്ചു. ഗ്ലിസറിന് പകരം ആലോവേരയും ആകാം കേട്ടോ. എന്തായാലും വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ ഇതേക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് മെഡിക്കൽ സ്റ്റോറൊക്കെയുള്ള സുരേഷ് ബാബുവിനെ വിളിച്ച് ചോദിച്ചു, സാനിറ്റൈസർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ടിപ്പുണ്ടോ പുള്ളിയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, അതിൻ്റെ കറക്റ്റ് അളവിലായിരിക്കണം എടുക്കേണ്ടത്. വെറുതെ ഉണ്ടാക്കിയിട്ട് വ്യാജ വൈദ്യന്മാരെ പോലെ അബദ്ധം പറ്റരുത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ എന്നെനിക്കൊരു മുന്നറിയിപ്പ് തന്നു. അതനുസരിച്ച് ഞാൻ WHO സൈറ്റ് നോക്കി. അപ്പോൾ ഈ സൈറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് 70%, 91%, 98%, 96%, 99% അങ്ങനെ പല അളവുകളിൽ കിട്ടാനുണ്ടെന്ന്. അപ്പോൾ ഈ 99% ഐസോപ്രോപ്പൈൽ ആൽക്കഹോളിൽ ചേർക്കേണ്ട ഗ്ലിസറിൻ്റെയോ അല്ലെങ്കിൽ ആലോവേരയുടെയോ അളവല്ല മറ്റുള്ളവയിൽ ചേർക്കേണ്ടത്. വ്യത്യാസം ഉണ്ടാവും. എല്ലാവരും സാനിറ്റൈസർ ഉണ്ടാക്കാനുള്ള തിരക്കിനിടയിൽ മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നു, ഈ സംഭവങ്ങളെല്ലാം വാങ്ങിക്കുന്നു, എന്നിട്ടിത് മിക്സ് ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല, മിക്കവാറും കടകളിൽ നിന്ന് കിട്ടുന്ന ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് 70% ആയിരിക്കും ആൽക്കഹോളിൻ്റെ അളവ്. അപ്പം നമ്മളിത് മിക്സ് ചെയ്ത് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 60% താഴെയായിരിക്കും അതിൻ്റെ ആൽക്കഹോളിൻ്റെ അളവ്. ഈ 70% ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ഈ സ്പിരിറ്റ് എന്ന് പറയുന്ന ഈ സംഭവം ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്ന ആൾക്കാരുള്ള എല്ലാ വീടുകളിലും ഇതുണ്ടാവും. ഈ ഒരു സാധനം നമ്മളുടെ കയ്യിൽ ഡയറക്റ്റായിട്ട് തേച്ചിട്ട് കൈ റഫ് ആകാതിരിക്കാൻ മോയ്സ്ചറൈസർ തേച്ചാൽ മതി. സാധാരണ സാനിറ്റൈസറിലെ ആൽക്കഹോളിൻ്റെ അളവെന്ന് പറയുന്നത് 60% മുതൽ 75% വരെയാണ്. അപ്പോൾ നമ്മൾ 70% ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ വാങ്ങിച്ച് അതിനകത്ത് ഈ സാധനങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല. എനിക്കും അബദ്ധം പറ്റിയതാണ്. 70% എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഈ സംഭവം ഉണ്ടാക്കുന്നില്ല. ഇനിയിപ്പോൾ 99% കിട്ടുമ്പോൾ സാനിറ്റൈസർ ഉണ്ടാക്കാം. ഈ സാനിറ്റൈസർ കണ്ടോ, ഇത് പിള്ളേർ പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ്. അതായത് സോപ്പും വെള്ളവും കിട്ടാത്ത സമയങ്ങളുണ്ടാവുമല്ലോ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ, അപ്പോഴുപയോഗിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ കൊറോണ വൈറസിൻ്റെ ഒരു സമയമായതുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ സാനിറ്റൈസറിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കുന്നത്. ഇപ്പോൾ അതിന് ശേഷവും നമ്മളുടെ കയ്യിലൊരു സാനിറ്റൈസർ എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ്. ഒന്നുകിലത് പുറത്തുനിന്ന് വാങ്ങിക്കണം, ഇല്ലെങ്കിൽ കറക്റ്റ് അളവിൽ അതുണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇനി സാനിറ്റൈസർ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് WHO സൈറ്റിലോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള മറ്റേതെങ്കിലും സൈറ്റിലോ അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരോടോ വ്യക്തമായി ചോദിച്ചതിന് ശേഷം സാനിറ്റൈസർ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കിയിട്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. അപ്പോൾ ഈ വീഡിയോ പ്രയോജനമാണെന്ന് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.